പാലസ് റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന സ്ത്രീയെ കണ്ട് ആളുകളൊന്ന് അമ്പരുന്നു. ഇത് അവർ തന്നെയല്ലേ എന്നായിരുന്നു ആദ്യത്തെ സംശയം. പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് അവർ തന്നെ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടവർ അപ്പോൾ തന്നെ പിങ്ക് പോലീസിനെ വിവരം അറിയിച്ചു. 2016 ഏപ്രിൽ 28-ന് കുറുപ്പുംപടിയിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ജിഷയുടെ അമ്മ രാജേശ്വരിയുടെയായിരുന്നു 2.5 മണിക്കൂർ നീണ്ടുനിന്ന ഗതാഗത നിയന്ത്രണം. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പിങ്ക് പോലീസ് അവരെ അനുനയിപ്പിച്ച് പെരുമ്പാവൂരിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു. പട്ടിണി മാറ്റാൻ ട്രാഫിക് വാർഡന്റെ ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് രാജേശ്വരി റൂറൽ SP-യെ കാണുവാൻ പെരുമ്പാവൂരിൽ നിന്നും ആലുവയിലെത്തിയത്. തുടർന്നാണ് ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയത്. ജിഷയുടെ മരണത്തിന് ശേഷം പലപ്പോഴും രാജേശ്വരി വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. മലയാളികൾക്കിടയിൽ അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി രാജേശ്വരി മാറുകയും ചെയ്തു. അവർ പറയുന്നത് ഇങ്ങനെ: എനിക്ക് വിശക്കുന്നു, പട്ടിണിയാണ്, എന്നെ ഏറ്റെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ്. ട്രാഫിക് വാർഡന്റെ ജോലി തനിക്ക് ഇഷ്ടമാണെന്നും SP അടക്കമുള്ളവർക്ക് സന്മനസ്സുണ്ടെങ്കിൽ തരട്ടെ എന്നും രാജേശ്വരി പറഞ്ഞു. ദിവസവും ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടേ? ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? എനിക്കുമില്ലേ വിശപ്പും ദാഹവും? വർഷങ്ങളായി ജോലിയില്ല. വീട്ടുജോലിക്കും കടവരാന്തകൾ അടിച്ചുവാരാനും പോയിരുന്നു. ഹോം നേഴ്സായി ജോലി ചെയ്തു. ഒരു ജോലിയും അധിക ദിവസം കിട്ടില്ല. കയ്യിൽ കാശൊന്നുമില്ല. മൂത്ത മകളും ഭർത്താവും വേറെയാണ് താമസം. സർക്കാർ പണിതു നൽകിയ വീട് ഇടിഞ്ഞു വീഴാറായി. ശുചിമുറി നിലം പൊത്തി. രാവിലെ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം 9:30-നാണ് പാലസ് റോഡിൽ മുനിസിപ്പൽ റെസ്റ്റ് ഹൗസിന് മുന്നിലെത്തി രാജേശ്വരി വാഹനങ്ങൾ നിയന്ത്രിച്ചത്. 12 മണി വരെയാണ് രാജേശ്വരി ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തത്. അതേസമയം നിയമ വിദ്യാർത്ഥിയായ ജിഷയുടെ കൊലപാതകം വലിയ വാർത്തയായതോടെ രാജേശ്വരിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു. കളക്ടറുടെയും രാജേശ്വരിയുടെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടും നിക്ഷേപവും ഉണ്ടായിരുന്നു. മൂത്ത മകൾക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകി. അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണമെല്ലാം തീർന്നുവെന്നും അന്ന് തങ്ങളുടെ പേരിൽ പിരിച്ച തുക പലരും തന്നില്ലെന്നുമുള്ള പരാതിയുമായി രംഗത്തിറങ്ങിയിരുന്നു. അതേസമയം രാജേശ്വരിക്കെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു. ലഭിച്ച പണമൊക്കെ തന്നെയും സീരിയൽ നിർമ്മാണത്തിനായി വലിയ തോതിൽ ഇറക്കുകയായിരുന്നു എന്നായിരുന്നു വാർത്തകളിൽ വന്നത്. അതോടെ സഹായം നൽകുന്നത് പലരും അവസാനിപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിയ രാജേശ്വരി പറഞ്ഞത് വലിയ വിവാദങ്ങളും ട്രോളുകളുമായി മാറുകയും ചെയ്തിരുന്നു.